ഇനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ്സ് ആണ്. അപ്പം നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് എ ഹൈപ്പോത്തിസിസിൽ ഒരു സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ടായി. ഒരു നാലാമത്തെ അല്ലല്ലോ, മൂന്നാമത്തെ സെക്കൻഡ് സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ടായി. സെലക്ട് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. നമ്മളൊരു നൾ ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുന്നു, ഒരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുന്നു. ആ ഹൈപ്പോത്തിസിസിനെ ടെസ്റ്റ് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടെത്തുന്നു. സോ അങ്ങനെയുള്ള ടെസ്റ്റുകൾ ഏതാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. പൊതുവിൽ നമ്മൾ ഹൈപ്പോത്തിസിനെ ടെസ്റ്റ് ചെയ്യാൻ രണ്ട് തരത്തിലുള്ള ടെസ്റ്റാണ് ഉപയോഗിക്കാറ്. പാരാമെട്രിക് ടെസ്റ്റ് ഓർ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ് എന്ന് പറയും. ഇതിൽ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മെഷർമെൻറ്റ് സ്കെയില് ഇൻ്റർവൽ അല്ലെങ്കിൽ റേഷ്യോ സ്കെയിലായിരുന്നു. നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് കളക്ട് ചെയ്ത സാമ്പിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഏറെക്കുറെ നോർമലാണ് എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് സ്റ്റാർ. അതിൽ വരുന്നതാണ് ഇസഡ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്. നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മെഷർമെൻറ്റ് സ്കെയില് നോമിനലോ ഓർഡിനലോ ആണ്. നമ്മൾക്ക് വ്യക്തമായിട്ട് ഈ ഡേറ്റ കളക്ട് ചെയ്ത പോപ്പുലേഷനെ കുറിച്ചിട്ടോ സാമ്പിളിനെ കുറിച്ചിട്ടോ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇത് നോർമലാണോ, എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് ധാരണയില്ല വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ്. നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ വരുന്നതാണ് ബൈനോമിയൽ ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ്, മാൻ വൈറ്റൻ യു ടെസ്റ്റ്, സൈൻ ടെസ്റ്റ്. ഇത് നാലുമാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ വരുന്നത്. അപ്പോൾ രണ്ട് തരമുണ്ട്, പാരാമെട്രിക് ടെസ്റ്റും ഉണ്ട്, നോൺ പാരാമെട്രിക് ടെസ്റ്റും ഉണ്ട്. അത് നമ്മളുടെ പോപ്പുലേഷൻ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആകുകയും നമ്മളുടെ സ്കെയിൽ യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ഇൻ്റർവൽ ആൻഡ് റേഷ്യോ ആകുകയും ചെയ്താൽ പാരാമെട്രിക്. നമ്മളുടെ പോപ്പുലേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്നൊരു ധാരണയില്ല, നമ്മളുടെ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ് നോമിനൽ ആൻഡ് ഓർഡിനൽ ആണെങ്കിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അപ്പോൾ ഇതാണ് ടൈപ്പ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് സെലക്ട് ചെയ്യുമ്പോൾ പാരാമെട്രിക് വേണോ നോൺ പാരാമെട്രിക് വേണോ എന്നാണ് ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യുക. എന്നിട്ടാണ് പിന്നെ ഇസഡ് വേണോ, ടി വേണോ, എഫ് വേണോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഇനി നമുക്കിതിൽ ഓരോ ടെസ്റ്റുകൾ നോക്കാം. ആദ്യത്തേത് ഇസഡ് ടെസ്റ്റാണ്. ഇസഡ് ടെസ്റ്റിൽ ആദ്യത്തെ അസംഷൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്നതാണ്. ഇത് സാധാരണ ഇറ്റ് ഇസ് ജനറലി യൂസ്ഡ് ഫോർ കമ്പയറിംഗ് മീൻ ഓഫ് എ സാമ്പിൾ ടു സം ഹൈപ്പോത്തൈസ്ഡ് മീൻ ഫോർ പോപ്പുലേഷൻ ഇൻ കേസസ് ഫോർ ലാർജ് സാമ്പിൾ. അപ്പം ആദ്യം ഇസഡ് ടെസ്റ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ആദ്യത്തെ കണ്ടീഷൻ നമ്മളുടെ പോപ്പുലേഷൻ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് നമുക്കൊരു ഉറപ്പുണ്ടാവും. രണ്ടാമത്തെ സാമ്പിൾ ലാർജ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 30 എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുക. സാമ്പിൾ ലാർജ് ആയിരിക്കണം. നമ്മൾ പറഞ്ഞുല്ലോ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ എടുക്കുന്നു, അങ്ങനെ എടുക്കുന്ന സാമ്പിൾ ഒരുപാട് ഉണ്ടായിരിക്കണം, 30ൽ കൂടുതൽ, അതാണ് ഈ ഒരുപാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആയിരിക്കണം. ഇത് ചെയ്യുന്നത് നമ്മൾ എടുത്ത സാമ്പിളിൻ്റെ മീനിനെ നമ്മൾ നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും സെറ്റ് ചെയ്യുമല്ലോ, അതിൽ നമ്മളൊരു അസംഷൻ നടത്തും. മ്യൂ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ മ്യൂ നോട്ട് ഈക്വൽ ടു എന്നൊരു അസംഷൻ നടത്തും. അതാണ് ഹൈപ്പോത്തൈസ്ഡ് മീൻ എന്ന് പറയുന്നത്. അങ്ങനെ സാമ്പിളിൻ്റെ ശരിക്കുള്ള മീനിനെ നമ്മൾ അസ്യൂം ചെയ്ത മീനിനോട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് ഇസഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്നാണ്. എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ ആണ്, നമ്മൾ വാല്യൂ ഓഫ് ദ റാൻഡം വേരിയബിൾ. നമ്മൾ എക്സിന് ഏതെങ്കിലും ഒരു വേരിയബിൾ ആണല്ലോ എടുക്കുന്നത്, ആ വേരിയബിളിൻ്റെ പല വാല്യൂസ്. മ്യൂ എന്ന് പറയുന്നത് റാൻഡം വേരിയബിളിൻ്റെ മീൻ ഡിസ്ട്രിബ്യൂഷനാണ്. സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്.
ഇസഡ് എന്ന് പറയുന്നത് ആണ് നമ്മുടെ ഇസഡ് ടെസ്റ്റിൽ നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം എക്സ് ടു മീൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഇസഡ് എന്ന് പറയുന്നത് ആ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യാണ്. ഒരു ഹൈപ്പോത്തൈസ്ഡ് മീൻ ഉണ്ടായിരിക്കും, നമ്മൾ അസ്യൂം ചെയ്തത് സാമ്പിളിന് ശരിക്കുള്ളൊരു മീൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മ്യൂ ഈസ് ഈക്വൽ ടു ഇപ്പോൾ ഹൈപ്പോത്തൈസ്ഡ് മീൻ 30 ആണെന്ന് വിചാരിച്ചോളൂ. മ്യൂ ഈസ് ഈക്വൽ ടു 30, മ്യൂ നോട്ട് ഈസ് ഈക്വൽ ടു 30 എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ലാർജ് പോപ്പുലേഷൻ ആണെങ്കിൽ, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ, സാമ്പിൾ മീനിനെയും ഹൈപ്പോത്തൈസ്ഡ് മീനിനെയും തമ്മിൽ കമ്പയർ ചെയ്യാനാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇസഡ് ടെസ്റ്റ് എടുക്കാം. അതാണ് ഇസഡ് ടെസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ടി ടെസ്റ്റാണ്. ടി ടെസ്റ്റിലും ഡിസ്ട്രിബ്യൂഷൻ, പോപ്പുലേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആണെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. രണ്ടാമത്തത് ഇവിടെ സ്മോൾ സാമ്പിളാണ്. എന്ന് വെച്ചാൽ ഇസഡ് ലാർജ് സാമ്പിൾ ആണെങ്കിൽ ഇവിടെ സ്മോൾ 30 ആണ് സാമ്പിൾ സൈസ്. നമുക്ക് സാമ്പിൾ മീനെ ഹൈപ്പോത്തൈസ്ഡ് മീനായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. ടി ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് റൂട്ട് എൻ ആണ്. ടി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കാണ്, എക്സ് ബാർ സാമ്പിൾ മീനാണ്, എൻ സാമ്പിൾ സൈസാണ്, മ്യൂ പോപ്പുലേഷൻ മീനാണ്, എസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. ഈ ടി ടെസ്റ്റും ഇസഡ് ടെസ്റ്റും ശരിക്കും രണ്ട് കാര്യങ്ങൾ സെയിം ആണ്. ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ, പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആവണം എന്നും, പിന്നെ രണ്ടും സാമ്പിൾ മീന് ഹൈപ്പോത്തൈസ്ഡ് മീനായിട്ട് കമ്പയർ ചെയ്യാനാണ്. പക്ഷെ സാമ്പിൾ സൈസ് ലാർജ് ആണെങ്കിൽ ഇസഡ് ടെസ്റ്റും, സാമ്പിൾ സൈസ് സ്മോൾ ആണെങ്കിൽ നമ്മൾ ടി ടെസ്റ്റുമാണ് എടുക്കേണ്ടത്. അതാണ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നത്. ഓക്കെ, നമ്മൾ എഫ് ടെസ്റ്റ് പറയുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു അനാലിസിസ് ഓഫ് വേരിയൻസ് ബിറ്റ്വീൻ 2 സാമ്പിൾസ് അറ്റ് വൺ ടൈം. അതാണ് നമ്മൾ എഫ് ടെസ്റ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അനാലിസിസ് ഓഫ് വേരിയൻസ് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് ആദ്യം നോക്കണം. അപ്പോൾ അതിന് 2 തരത്തിലുണ്ട്. 1 വേ ക്ലാസിഫൈഡ് ഡേറ്റയ്ക്കും അനാലിസിസ് ഓഫ് വേരിയൻസ് ചെയ്യാം, 2 വേ ക്ലാസിഫൈഡ് ഡേറ്റയ്ക്കും അനാലിസിസ് ഓഫ് വേരിയൻസ് ചെയ്യാം. നമ്മൾ ഒറ്റൊരു ഫാക്ടറിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് ഡേറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ 1 വേ ക്ലാസിഫൈഡ് ഡേറ്റ എന്ന് പറയും. അങ്ങനെ 1 വേ ക്ലാസിഫൈഡ് ഡേറ്റ ആണെങ്കിൽ നമുക്ക് അനാലിസിസ് ഓഫ് വേരിയൻസ് കാണണം, അത് കഴിഞ്ഞിട്ട് എഫ് ടെസ്റ്റ് ചെയ്യണം, അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൻ്റെ നൾ ഹൈപ്പോത്തസിസ് എന്താവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H0 M1 ഈസ് ഈക്വൽ ടു M2 ഈസ് ഈക്വൽ ടു M3 ഈസ് ഈക്വൽ ടു എക്സെട്ര MP ഡിഫറെൻറ്റ് സാമ്പിൾസിൻ്റെ മീനാണ് M1. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാണ് അല്ലേ, പല സാമ്പിൾ, ഒരു പോപ്പുലേഷനിൽ നിന്ന് പല സാമ്പിളുകൾ എടുത്തിട്ട് ആ പല സാമ്പിളുകളുടെ മീനുകളെ വേരിയൻസ് ഉണ്ടോ എന്ന് അനലൈസ് ചെയ്ത് കമ്പയർ ചെയ്യണം നമ്മൾ ചെയ്യണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നൾ ഹൈപ്പോത്തസിസ് എന്തായിരിക്കും? ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ ഒരു പോപ്പുലേഷനിൽ നിന്ന് ആദ്യം ഒരു സാമ്പിൾ എടുത്തു, അതിൻ്റെ മീൻ M1, പിന്നെ വീണ്ടും അതേ പോപ്പുലേഷനിൽ ഒരു സാമ്പിൾ എടുത്തു, അതിൻ്റെ മീൻ N2, വീണ്ടും ഇതേ പോപ്പുലേഷനിൽ ഒരു സാമ്പിൾ എടുത്തു, അതിൻ്റെ മീൻ അതിൻ്റെ മീൻ N3. അപ്പം അങ്ങനെ ഒരു പോപ്പുലേഷനിൽ നിന്ന് പല തരത്തിൽ സാമ്പിൾ എടുത്ത് പല മീനുകൾ, ഈ മീനുകളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുക. ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് എഫ് ടെസ്റ്റ്. ഇതാദ്യം ഇങ്ങനെ ഇത് കമ്പയർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈക്വലാണ് എന്ന്. ഇനി എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ മീൻ M1 M2 M3 ഒക്കെ ഈക്വൽ ആണോ അല്ലേ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 1 വേ ക്ലാസിഫൈഡ് ഡേറ്റ ആയതുകൊണ്ട് നമ്മൾ ആദ്യം വേരിയൻസ് ബിറ്റ്വീൻ കോളംസ്, നമ്മളിതിന് ടേബിളായിട്ടാണല്ലോ എഴുതുക. ടേബിളിൽ റോയും കോളവും ഉണ്ടാവുമല്ലോ. അപ്പോൾ ബിറ്റ്വീൻ കോളം വേരിയൻസും
വിത്തിൻ കോളം വേരിയൻസും കണ്ടുപിടിക്കും. ഈ വിത്തിൻ കോളം വേരിയൻസിനെ ബിറ്റ്വീൻ റോ വേരിയൻസ് എന്നും പറയും. നിങ്ങൾ ക്യൂട്ടിയിൽ അനോവ ചെയ്തിട്ടുണ്ടാവും, പ്രോബ്ലം ചെയ്തിട്ടുള്ളവർക്ക് അറിയുണ്ടാവും. വേരിയൻസ് ബിറ്റ്വീൻ വിത്തിൻ കോളം ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. വേരിയൻസ് ബിറ്റ്വീൻ കോളം എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്കുക. ഫൈൻഡ് ദ റെസ്പെക്റ്റീവ് മീൻസ് ഓഫ് ഇൻഡിവിജ്വൽ കോളംസ് ആൻഡ് ഓൾസോ ഗ്രാൻഡ് മീൻ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പല വാല്യൂസ് ആദ്യം. അപ്പോൾ അത് ഇൻഡിവിജ്വൽ മീൻസ് ഒരു കോളത്തിലായിട്ട് ആദ്യം എടുത്ത സാമ്പിളിൻ്റെ അതൊരു കോളത്തിലായിട്ട് ഉണ്ടാവും സാമ്പിൾ വാല്യൂസ്. ആ ഫസ്റ്റ് കോളം അതിൻ്റെ മീൻ x1 ബാർ, ഇനി സെക്കൻഡ് കോളം അത് x2 ബാർ, തേർഡ് കോളം അത് x3 ബാർ അപ് ടു x ബാർ. അങ്ങനെ എത്ര കോളംസ് ഒക്കെ നമ്മൾ മീൻ കണ്ടുപിടിച്ചു. അതാണ് നമ്മൾ ആദ്യം ചെയ്യുക. ഇനി രണ്ടാമത്തത് ഫൈൻഡ് ദ ഡീവിയേഷൻ ബിറ്റ്വീൻ ദ മീൻസ് ഓഫ് വേരിയസ് കോളംസ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇനി ഇൻഡിവിജ്വലി കഴിഞ്ഞിട്ട് നമ്മളൊരു ഗ്രാൻഡ് മീനും കണ്ടുപിടിക്കും കേട്ടോ. ഗ്രാൻഡ് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 ബാർ പ്ലസ് x2 ബാർ, x1 ബാർ പ്ലസ് x2 ബാർ പ്ലസ് x3 ബാർ പ്ലസ് എക്സെട്ര x ബാർ ബൈ നമ്മൾ എത്ര പ്രാവശ്യം സാമ്പിൾ എടുത്തിട്ടുണ്ടോ അത് ബൈ n. അപ്പോൾ നമുക്ക് ഗ്രാൻഡ് മീൻ കിട്ടും. ഇനി രണ്ടാമത് ചെയ്യേണ്ടത് ഡീവിയേഷൻ ബിറ്റ്വീൻ ദ മീൻസ് ഓഫ് വേരിയസ് കോളം. ഓരോ കോളത്തിൽ, അതായത് ആദ്യത്തെ കോളത്തിലെ സാമ്പിളിൻ്റെ ഒക്കെ കൂടി എണ്ണി അതിൻ്റെ മീനാണ് x1 ബാർ. ആ x1 ബാർ മൈനസ് ഗ്രാൻഡ് മീൻ, x2 ബാർ മൈനസ് ഗ്രാൻഡ് മീൻ, ഇത് നമ്മൾ കണ്ടുപിടിക്കുക. ആൻഡ് ഫൈൻഡ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദിസ് ഡീവിയേഷൻ. ഈ ഡീവിയേഷൻ്റെ സ്ക്വയറുകൾ കാണുക ആ സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി ഡിവൈഡ് ദ ടോട്ടൽ ഓഫ് സം ഓഫ് സ്ക്വയർ ഓഫ് ഡീവിയേഷൻ. നമ്മൾ ആ സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷനെ C-1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതിൽ C എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളമാണ്. അപ്പോൾ കിട്ടുന്നതാണ് വേരിയൻസ് ബിറ്റ്വീൻ കോളംസ്. അപ്പോൾ നമ്മൾ ആദ്യം വേരിയൻസ് ബിറ്റ്വീൻ കോളംസ് ആണ് കണ്ടുപിടിച്ചത്. അതിന് വേണ്ടിയിട്ട് ഒരു കോളത്തിലുള്ള വാല്യൂസ് ആഡ് ചെയ്ത് അതിൻ്റെ മീൻ കണ്ടുപിടിച്ചു. അങ്ങനെ എത്ര കോളം ഉണ്ടോ അതിലുള്ള ഇൻഡിവിജ്വൽ വാല്യൂസ് ഒക്കെ ആഡ് ചെയ്തിട്ട് മീൻ കണ്ടുപിടിച്ചു. അങ്ങനെ ആ കണ്ടുപിടിച്ച എല്ലാ മീനിനെയും ആഡ് ചെയ്ത് വിത്ത് ടോട്ടൽ നമ്പർ ഓഫ് കോളം, നമ്മൾ ടോട്ടൽ എത്ര സാമ്പിൾ എടുത്തിട്ടുണ്ട് n ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാൻഡ് മീൻ കിട്ടും. ഈ ഓരോ ഇൻഡിവിജ്വൽ മീൻ, അതായത് ഈ ഓരോ കോളത്തിൻ്റെ ഇൻഡിവിജ്വൽ മീനിൻ്റെ സം ഉണ്ടല്ലോ, അതിനെ ആ ഗ്രാൻഡ് മീനിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഡീവിയേഷൻ കിട്ടും. അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. എന്നിട്ട് അങ്ങനെ കണ്ടുപിടിച്ച എല്ലാ സ്ക്വയറിൻ്റെയും സം എടുക്കുക. അപ്പോൾ നമുക്ക് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ കിട്ടും. അത് ഡിവൈഡഡ് ബൈ C-1 വേർ C ഈസ് നമ്പർ ഓഫ് കോളം. അപ്പം നമുക്ക് വേരിയൻസ് ബിറ്റ്വീൻ കോളംസ് കിട്ടും. ഇനി വേരിയൻസ് വിത്തിൻ കോളം അല്ലെങ്കിൽ വേരിയൻസ് ബിറ്റ്വീൻ റോസ്, അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ആദ്യം ഡീവിയേഷൻ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ഐറ്റംസ് ആൻഡ് ദ റെസ്പെക്റ്റീവ് മീൻസ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻഡിവിജ്വൽ ഐറ്റംസും അതിൻ്റെ റെസ്പെക്റ്റീവ് മീൻസും തമ്മിലുള്ള ഡീവിയേഷൻ കണ്ടുപിടിച്ചു. അതിൻ്റെ സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിച്ചു. അതൊക്കെ മുമ്പ് ചെയ്ത പോലെ തന്നെ. വ്യത്യാസം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ടോട്ടൽ സ്ക്വയർ ഓഫ് ഡീവിയേഷനെ ഡിവൈഡ് ചെയ്യുന്നത് n-c ആണ്. നമ്പർ ഓഫ് ഐറ്റംസ് ആണ് n, നമ്പർ ഓഫ് കോളംസ് ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേരിയൻസ് വിത്തിൻ കോളംസ് കിട്ടും. ഇനി എഫ് റേഷ്യോ കണ്ടുപിടിക്കലാണ് അടുത്തത്. എഫ് റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ വി ഡിവൈഡ് ദ ഹയർ വേരിയൻസ്. ഈ കണ്ടുപിടിച്ചിരിക്കണേൽ വേരിയൻസ് ബിറ്റ്വീൻ കോളം ആണോ വേരിയൻസ് ബിറ്റ്വീൻ റോ വിത്തിൻ കോളം ആണോ, ഏതാണോ വലുത് ആ ഹയർ വേരിയൻസിനെ ലോവർ വേരിയൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്നതാണ് എഫ് റേഷ്യോ. എന്നിട്ട് എഫ് റേഷ്യോ ഒരു എഫ് ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ നിന്ന് എഫിൻ്റെ വാല്യൂ നമ്മൾ C എന്നുള്ളതിന് അടിസ്ഥാനത്തിൽ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ എഫിൻ്റെ ടേബിൾ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഈ വാല്യൂ ഓഫ് കാൽക്കുലേറ്റഡ് വാല്യൂ ഈ കണ്ടുപിടിച്ച വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യും. കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ റിജക്റ്റ് ചെയ്യും നൾ ഹൈപ്പോത്തസിസിനെ, ലെസ് ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും നൾ ഹൈപ്പോത്തസിസിനെ.
ഇങ്ങനെയാണ് എഫ് റേഷ്യോ. അപ്പം എഫ് റേഷ്യോൻ്റെ കേസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എഫ് റേഷ്യോ നമ്മൾ ഒരു പോപ്പുലേഷനിൽ നിന്ന് പല സാമ്പിളുകൾ എടുത്ത് ഈ സാമ്പിളിൻ്റെ മീനുകളെ കമ്പയർ ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ നമ്മൾ എഫ് റേഷ്യോ കണ്ടുപിടിക്കും. അപ്പോൾ ഈ ഒരു സാമ്പിളിൽ നിന്ന് പല മീൻ എടുത്തിട്ട് അതിനെ കമ്പയർ ചെയ്യുന്ന പരിപാടിക്കാണ് നമ്മൾ അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുക. ഒരു ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റയാണ് എങ്കിൽ അനാലിസിസ് ഓഫ് വേരിയൻസ് വൺ വേ ക്ലാസിഫൈഡ് ഡാറ്റ എന്ന് പറയും. അതിൽ വേരിയൻസ് ബിറ്റ്വീൻ ദ കോളോം, വേരിയൻസ് വിത്തിൻ ദ കോളോം കണ്ടുപിടിക്കുക. ഏതാണോ അതിൽ വലുത് ആ വേരിയൻസ് ഡിവൈഡഡ് ബൈ ലോവർ വേരിയൻസ് ചെയ്യുമ്പോൾ എഫ് റേഷ്യോ കിട്ടും. എഫ് റേഷ്യോയ്ക്ക് ഒരു എഫ് ടേബിൾ ഉണ്ട്. എഫ് ടേബിൾ എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ തന്നെയുണ്ട്. C-1 N-C എന്ന ആ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ നമ്മൾ ശരിക്കുള്ള ടേബിൾ വാല്യൂ കണ്ടുപിടിക്കും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ എത്രയാണെന്ന് നോക്കും. ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്നുള്ളതിനനുസരിച്ച് നൾ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്യുക റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് എഫ് ടെസ്റ്റ് അല്ലെങ്കിൽ എഫ് റേഷ്യോ എന്ന് പറയുന്നത്.